ഹായ്, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ദിവസം തുടങ്ങുന്നത് തന്നെ ജാതിക്കായ തല്ലി പൊളിച്ചുകൊണ്ടാണ് കേട്ടോ. അമ്മ അവിടെ ഇരുന്ന് ജാതിക്കായ തല്ലി പൊളിക്കുകയാണ്. ഞാനാണ് ഈ വീഡിയോ എടുക്കുന്നത്. അതാണ് എന്നെ ആ വീഡിയോയിൽ കാണാത്തത്. അപ്പോൾ ജാതിക്കായൊക്കെ തല്ലി പൊളിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊണ്ടൊക്കെ എടുത്ത് അവിടെ നിന്ന് മാറ്റിയിട്ട് അടിച്ചു വാരിയൊക്കെ കളയാണ് അവിടെ നിന്ന് അമ്മ. അപ്പോൾ അത് കഴിഞ്ഞ് ഇന്നലെ അലക്കിയിട്ട തുണികളൊന്നും ഉണങ്ങിയിട്ടുണ്ടായില്ല. കാരണം ഇന്നലെ അലക്കിയിട്ട് കഴിഞ്ഞ് കുറച്ച് നേരം വെയിലുണ്ടായുള്ളൂ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊന്ന് മഴ പെയ്തു. അത് കഴിഞ്ഞ് പിന്നെ വെയിലൊന്നും കണ്ടില്ല. അപ്പോൾ അത് വെയിലത്തു നിന്ന് എടുത്ത് മാറ്റിയിട്ടു. അപ്പോൾ തുണികളൊന്നും അങ്ങനെ ഉണങ്ങിയിട്ടുണ്ടായില്ല ഇന്നലെ അലക്കിയിട്ടത്. അപ്പോൾ ഇന്ന് അതൊന്ന് വെയിലത്തിടാമെന്ന് വിചാരിച്ച് വെയിലത്തിട്ടു. അപ്പോൾ അതിനിടയ്ക്ക് അപ്പം പോണതാണ് ആ കാണുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് തുണിയൊക്കെ വെയിലത്തിട്ട് കഴിഞ്ഞിട്ട് വന്നു കറി വെക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ വെണ്ടക്കായ കറിയാണ് കേട്ടോ വയ്ക്കാൻ പോണത്. അപ്പോൾ അതിന് ആദ്യം തന്നെ ചീഞ്ചട്ടി അടപ്പത്ത് വെച്ചിട്ട് എല്ലാ പ്രാവശ്യത്തെയും പോലെ ചീഞ്ചട്ടി അടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായപ്പോൾ കുരുകുരുന്ന് ചെറുതായി അരിഞ്ഞ 2 സവാളയാണ് എടുത്തേക്കേണ്ടത്. അത്യാവശ്യം നല്ല വലിയ സവാള തന്നെയായിരുന്നു. അപ്പോൾ ആ സവാള ചെറുതായി കുരുകുരാന്നരിഞ്ഞ സവാള വെളിച്ചെണ്ണ ചൂടായതിലേക്ക് ഇട്ട് ഇളക്കി. അപ്പോൾ അതിൻ്റെ കൂടെ ഉപ്പിട്ടു വാടിക്കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉപ്പിട്ട് ഇളക്കി അത് വാടിക്കഴിഞ്ഞപ്പോൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി എല്ലാം കൂടിയിട്ട് വഴറ്റി ഇളക്കി ഒന്ന് മൂത്ത് കഴിഞ്ഞപ്പോൾ എല്ലാ പൊടികളൊക്കെ മൂക്കണം കേട്ടോ. മൂത്ത് മണം വരണം, എന്നാലാണ് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ മൂത്ത് കഴിഞ്ഞപ്പോൾ ഈ അരിഞ്ഞ് വെച്ച് ചെറുതായി അരിഞ്ഞിട്ടാ, നമ്മൾ സാമ്പാറിന് അരിഞ്ഞേക്കാളും ചെറുതായിട്ടാണ് വെണ്ടക്കായ അരിഞ്ഞെടുത്തത്. ആ അരിഞ്ഞ് വെച്ച വെണ്ടക്കായ അതിലിട്ട് ഇളക്കി യോജിപ്പിച്ച് അതൊന്ന് ആ വഴുവഴുപ്പൊന്ന് പോകാൻ വേണ്ടിയിട്ട് അതിലിട്ട് ഇങ്ങനെ ഇളക്കിയെടുത്തു. ആ ഇളക്കിയെടുത്ത് കഴിഞ്ഞിട്ട് അതൊന്ന് വെള്ളമൊഴിച്ച് അതൊന്ന് കുറുതായി വന്നു കഴിഞ്ഞപ്പോൾ വെള്ളമൊഴിച്ച് തിളപ്പിച്ച് കുറുതായി വന്നു കഴിഞ്ഞപ്പോൾ അതവിടെ ഇറക്കി വാങ്ങി വെച്ച് കഴിഞ്ഞിട്ട് മുകളിലേക്ക് ടെറസിൻ്റെ മുകളിൽ ഷീറ്റ് മേഞ്ഞതിൻ്റെ മുകളിലേക്ക് എന്നും ജാതിക്കായ വീഴും. അപ്പോൾ ഒന്നിലത് തട്ടി താഴേക്ക് ഇട്ടിട്ട് താഴേന്ന് പറക്കും, അല്ലെങ്കിൽ തട്ടി ഈ ടെറസിൻ്റെ ആരൂത്തേക്ക് ആക്കിയിട്ട് അവിടെ കുമ്പിട്ട് നിന്ന് അവിടെ നിന്ന് എടുക്കും. അപ്പോൾ ആ പരിപാടിയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് പാത്രത്തിലേക്കിട്ട് ടെറസിൻ്റെ മുകളിൽ നിന്ന് താഴെ വന്നിട്ട് അത് ഉണക്കാനായിട്ട് ഇരുന്നതാണ് കാണുന്നത്. അത് ഉണക്കാനൊക്കെ ഇട്ട് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞ് ഒരു വൈകുന്നേരം ഒരു 4 മണിയായപ്പോൾ ഗോതമ്പ് പൊടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല ഗോതമ്പ് പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗോതമ്പ് പുട്ട് ഉണ്ടാക്കാനായിട്ട് ആകെ 2 കണ പുട്ടിനുള്ള ഗോതമ്പ് പൊടി ഇരിക്കണുള്ളൂ. അപ്പോൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് പാക്കറ്റിൽ നിന്ന് ഗോതമ്പ് പൊടി അതിലേക്ക് ഇട്ടിട്ട് പാത്രത്തിലിട്ടിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് സാധാരണ പുട്ടിന് കുഴക്കണ പോലെ കുഴച്ചെടുത്തിട്ട് പിന്നെ നല്ല നാളികേരം നോക്കി എടുത്ത് കൊണ്ടുവന്നിട്ട് അതൊന്ന് പൊതിച്ച് ചിരകി എടുത്തിട്ടുണ്ട്. ആദ്യം കുറച്ച് നാളികേരം ഇടാം, പിന്നെ പുട്ടുപൊടി ഇടാം. അത് കഴിഞ്ഞ് പിന്നെയും കുറച്ച് നാളികേരം ഇടാം, പിന്നെയും പുട്ടുപൊടി ഇടാം. അങ്ങനെയാണ് ചെയ്യാട്ട പുട്ടുണ്ടാക്കാനായിട്ട്. എല്ലാവർക്കും അറിയാം, പക്ഷെ അറിയാത്തവരുണ്ടാവുമല്ലോ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ പറഞ്ഞത്. അങ്ങനെ പുട്ട് വേവിക്കാനായിട്ട് വെച്ചു. അങ്ങനെ അവസാനം പുട്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ പുട്ടുകുറ്റിയിൽ നിന്ന് പുട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാണ്. അപ്പോൾ അങ്ങനെ പുട്ടൊക്കെ പഴം കൂട്ടി കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലുണ്ടായ പഴം കൂട്ടി തന്നെയാട്ടോ പുട്ട് കഴിച്ചത്. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് രാവിലെ വെയിലത്ത് ഉണക്കാനിട്ട് തുണികളൊക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് തന്നെ മടക്കി കൊണ്ടുപോകാട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.